ഭയങ്കരമായ അപ്രീസിയേഷൻ കിട്ടിയപ്പോൾ നമുക്ക് ഭയങ്കര ബൂസ്റ്റായിരുന്നു. കാരണം നമ്മൾ തളരാതെ ഇനിയും മുന്നോട്ട് പോകാനുള്ള ഒരു അനുഗ്രഹമായിരുന്നു അവിടെ കിട്ടിയത്. അങ്ങനെ ആ ഒരു പ്രോത്സാഹനം സഭയുടെ ഭാഗത്തുനിന്നുണ്ട്, വീട്ടിൽ നിന്നുണ്ട്. അല്ലാതെ നമ്മൾ മറ്റു മീഡിയ ഒക്കെ ഉപയോഗിച്ചിപ്പോൾ സാമൂഹ്യ തിന്മകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ട അനുഭവമുണ്ട്. വചനം ജീവിതം എന്ന പ്രോഗ്രാമിലേക്ക് താവൂഷിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് താവൂഷൻ ടീം എത്തിയിരിക്കുന്നത് മൂവാറ്റുപുഴയിലെ ജോയ്സ് മുക്കടം എന്ന സഹോദരന്റെ ഭവനത്തിലാണ്. വ്യത്യസ്തമായ രീതിയിൽ മാജിക് എന്ന കലയിലൂടെ സുവിശേഷം പ്രഘോഷിക്കുന്ന ജോയ്സ് മുക്കടം എന്ന സഹോദരന് നമ്മുടെ താവൂഷനുമായി അദ്ദേഹത്തിന്റെ കലയും സുവിശേഷവും എന്നുള്ള ചിന്ത പങ്കുവയ്ക്കാനാണ്. സാറിന് പ്രത്യേകമായിട്ട് താവൂഷൻ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ സുവിശേഷവൽക്കരണം ജനങ്ങൾക്ക് വളരെ സ്വീകാര്യമായ രീതിയിൽ പ്രഘോഷിക്കാൻ പലരും പല രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് നമ്മളൊരു സുവിശേഷ പ്രഘോഷണം നടത്തുകയാണെങ്കിൽ നമ്മൾ ഒരു ആക്ഷൻ സോങ് അങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മൾ ചെയ്യാൻ സാധാരണ രീതിയിൽ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്തമായ ചിന്ത രീതികളിലൂടെ നമ്മൾ നമ്മുടെ വചന ശുശ്രൂഷ നടത്തുന്നവരുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വിഭിന്നമായ രീതിയിൽ ചിന്തിച്ച സാറാണ് മാജിക് എന്ന് പറയുന്ന ഒരു കലയിലൂടെ സുവിശേഷ പ്രഘോഷണം നടത്തുന്നത്. എങ്ങനെയാണ് ഈ ഒരു മാജിക്കും സുവിശേഷ പ്രഘോഷണവും കമ്പൈൻ ചെയ്ത് ഒരു സുവിശേഷം ജനങ്ങൾക്ക് സ്വീകാര്യമായ രീതിയിൽ കൊടുക്കാമെന്നുള്ളൊരു ചിന്ത കിട്ടിയത് എങ്ങനെയാണ്? നമ്മൾ വ്യത്യസ്തങ്ങളായ വിഷ്വൽ മീഡിയാസ് ഉപയോഗിച്ചിരുന്നു. LCD പ്രൊജക്ടർ, ലാപ്ടോപ്പ്, സ്ലൈഡ് പ്രൊജക്ടർ, കാരിസ്കോപ്പ്, പാക്സിസ്കോപ്പ്, ഇങ്ങനെ പലതും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഈ മാജിക്ക് ഒന്നോ രണ്ടോ ഐറ്റമോ കാണിക്കുമ്പോൾ അതിൽ കുട്ടികൾ വളരെ ആകർഷിക്കപ്പെടുന്നതായിട്ട് കണ്ടു. പക്ഷേ ഈ മാജിക് എന്ന് പറഞ്ഞാൽ ഒരു വിസ്മയമാണ്. കയ്യിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു രഹസ്യമാണ്, പക്ഷെ അത് പെട്ടെന്ന് കാണിക്കുമ്പോഴുള്ള വിസ്മയത്തിൽ ആകർഷിതരാകുന്നു കുട്ടികളും മുതിർന്നവരും എല്ലാവരും. അതുകൊണ്ടാണ് നമ്മൾ മറ്റെല്ലാം ഉപേക്ഷിച്ചു, ലാപ്ടോപ്പ്, LCD പ്രസൻറ്റേഷനൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ മാജിക് എന്ന മീഡിയ ഒരു വിസ്മയ കാഴ്ചയാണ്, ഒരു അത്ഭുതത്തിൻ്റെ കല പോലെയാണല്ലോ. അങ്ങനെ അതിനെ നമ്മൾ സ്വീകരിച്ചു. അത് ഗ്രാജുവലായിട്ട് ഇങ്ങനെ സ്വീകരിച്ചപ്പോൾ വളരെ ആകർഷണീയമായിട്ട് ആശയങ്ങളും ദൈവവചനവും കൊടുക്കാൻ കഴിയുന്നുവെന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ കൂടുതൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ കൂടുതൽ മാജിക്കിൻ്റെ ട്രിക്സും അല്ലെങ്കിൽ ഒരു മാജിക് ഐറ്റം കൊണ്ട് നമുക്ക് ഏത് വചനം കൊടുക്കാൻ പറ്റും, അവിടെയാണ് നമ്മൾ കൂടുതൽ ധ്യാനപൂർവ്വം ചിന്തിച്ച് പ്രാർത്ഥനാപൂർവ്വം ചിട്ടപ്പെടുത്തുന്നതാണിത്. അപ്പോൾ നമുക്ക് മാജിക്ക് ഒരു വിസ്മയ കലയാണ്, ആകർഷണീയ കലയാണ്. ഒരു ആര് നോക്കിയിരുന്നു പോകുമല്ലോ. അതെ, ഇപ്പം മജീഷ്യന്മാർ മാജിക് കാണിക്കുന്നവർ പോലും കണ്ടാലും നോക്കിയിരിക്കും. അതാണല്ലോ ഒരു വിഷ്വലിൻ്റെ പ്രത്യേകത. കണ്ണുകൊണ്ട് നമ്മൾ നോക്കിയിരിക്കും, ആരെന്ത് കാണിച്ചാലും നോക്കിയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മാജിക് എന്ന വിസ്മയ കല ഉപയോഗിച്ചുകൊണ്ട് വളരെ തന്മയത്തമായിട്ട് പക്വതയോടുകൂടിയാണ്, സഭയോട് ചേർന്നുള്ള ശുശ്രൂഷയാണ്. അപ്പോൾ നമ്മൾ ഏത് മീഡിയ ഉപയോഗിച്ചാലും പക്വതയോടെ ഉപയോഗിക്കണം. കാരണം ഓരോ മീഡിയ ഉപയോഗിക്കുന്നവരും ഓരോ പ്രേക്ഷിതരാണ് സത്യത്തിൽ. കർത്താവിൻ്റെ സുവിശേഷം അല്ലെങ്കിൽ നന്മ പ്രചരിപ്പിക്കാനും പങ്കുവയ്ക്കാനും ഉള്ളവരാണല്ലോ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയോടെ പക്വതയോടെ ആർക്കും ഇത് കാണുന്ന ആർക്കും മനസ്സിന് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ നെഗറ്റീവ് ഫീലിങ്സ് വരരുത്. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ കാനായിൽ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ച ക്രിസ്തുവിൻ്റെ ഇത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പലപ്പോഴും വെള്ളം വീഞ്ഞാക്കിയ ആ ഒരു സംഭവം അത് ചിലരൊക്കെ എന്താ പറയുക, അല്ലെങ്കിൽ ചില അത്ഭുതങ്ങൾ, ക്രിസ്തു ചെയ്ത ചില അത്ഭുതങ്ങൾ വിലയിരുത്തുന്ന രീതി പോലെ ചില മാജിക്കൽ പ്രസൻറ്റേഷനിലൂടെ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ തക്കതായ ഒരു പ്രതിബിംബങ്ങളോ അല്ലെങ്കിൽ മാനദണ്ഡങ്ങളൊക്കെ നിലനിർത്തിയിട്ടാണല്ലോ അത് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അത് എങ്ങനെയാണ് ആ ഒരു കൗതുകപൂർവമായിട്ട് ആ മാജിക് എന്ന് പറയുന്നൊരു കല ടിപ്പിക്കലി ഒരു ബ്ലാക്ക് മാസ് അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എന്നതല്ലാതെ ഒരു വൈറ്റ് അതിൻ്റെ പ്യൂരിറ്റിയോട് കൂടി
കാണിക്കുമ്പോൾ ജനങ്ങൾ എങ്ങനെ അത് മനസ്സിലാക്കുന്നു, എങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്നു? ഇത് കുട്ടികളും മുതിർന്നവരും ഇപ്പം നമ്മൾ മാജിക്കിലൂടെ ഒരൈറ്റം കാണിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ 2 പാത്രങ്ങൾ, സ്റ്റീൽ പാത്രം കാണിക്കുന്നു. കപ്പ് പോലെ ഇരിക്കുന്ന വലിയ നമ്മുടെ കയ്യിൽ കൊള്ളുന്ന ടൈപ്പ് സ്റ്റീൽ പാത്രം. ആ സ്റ്റീൽ പാത്രം എംപ്റ്റിയാണ്, അതിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വചനവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 37-39 തിരുവാക്യങ്ങൾ, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുത്തൊന്ന് കുടിക്കട്ടെ. അതെ, ആ ഒരു മെസ്സേജ്, ആ ഒരു വചനം പറഞ്ഞ് അതിൻ്റെ സമയം പോലെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ ഈ പാത്രം 2 ഓഡിയൻസിനെ കാണിക്കുന്നു, പരസ്യമായിട്ട് തന്നെ കാണിക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ പാത്രം അത് ഒന്നിനു മേലെ ഒന്നായി വയ്ക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഈ പാത്രത്തിൽ നിറച്ച് വെള്ളം വരുന്നതാണ്. ഈ വെള്ളം നമ്മൾ ആ പാത്രത്തിലേക്ക് ഊറ്റി കാണിക്കുന്നു, തിരിച്ചും മറിച്ചും ഊറ്റി കാണിക്കും. ആ വെള്ളം ചിലപ്പോൾ നമ്മൾ സമയമുണ്ടെങ്കിൽ കുടിച്ചും കാണിക്കും, കാരണം അത് ശുദ്ധമായ വെള്ളം തന്നെയാണ്. അപ്പോൾ തമ്പുരാൻ പറയാൻ, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുത്തൊന്ന് കുടിക്കട്ടെ എന്നുള്ള ഒരു വചനം നമ്മളിത് കാണിക്കുകൂടി ചെയ്യുമ്പോൾ ആദ്യം വെള്ളം ഇല്ല. അപ്പോൾ ദാഹിക്കുന്നവൻ എൻ്റെ അടുത്ത് വന്നാൽ ദൈവത്തിൻ്റെ ആ ഒരു സ്പർശനം, ആ ദാഹം പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടുള്ള ദാഹമാണ്, തമ്പുരാൻ ആഗ്രഹിക്കുന്നതാണല്ലോ. അപ്പോൾ ആ ദാഹം എൻ്റെ ഉള്ളിലേക്ക് വരുന്നു, ആ വെള്ളം ഞാൻ കുടിക്കുന്നു, വചനമാകുന്ന വെള്ളം. അങ്ങനെ ഒരു വിസ്മയം കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിന്ന് അത് മാറാൻ സാധ്യത കുറവാണ്. അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് കണ്ടുമുട്ടുന്നവർ പോലും, കുട്ടികൾ പോലും ചില കാര്യങ്ങൾ ഉറപ്പിച്ച് പറയും, എന്നോട് ഇങ്ങോട്ട് പറയാറുണ്ട്. അതെ, അപ്പോൾ അങ്ങനെ ഒരു ചിത്രത്തിന് 1000 വാക്കുകളേക്കാൾ ശക്തി എന്ന് പറഞ്ഞ പോലെ ആ ഒരു വിഷ്വലാണല്ലോ, അത് നമ്മുടെ കണ്ണിലൂടെ തലച്ചോറിലേക്ക് പതിയുന്നു, ആ വചനം ഹൃദയത്തിലേക്ക് എത്തുന്നു. അത് മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് ആ ഒരു ഐറ്റം നിമിത്തമായി തീരുമല്ലോ. ഒരു കല എന്ന് പറയുന്നതിൽ നമ്മളത് ചെയ്യുമ്പോൾ, അവതരിപ്പിക്കുമ്പോൾ, അത് ഏത് തരത്തിലുള്ള കലയായാലും അതിൽ കൗതുകം ഉണ്ടാകണം, അത്ഭുതം ഉണ്ടാകണം. അപ്പോഴാണ് അതൊരു കലയ്ക്കൊരു ഗ്രേസ്, അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരെ സ്പർശിക്കാനും ആകർഷിക്കാനും ഒരു സാധ്യമാകുന്നു. അപ്പോൾ ഈ വചന ശുശ്രൂഷ നമ്മൾ ഈ മാജിക് എന്ന് പറയുന്ന കലയിലൂടെ അന്വർത്ഥമാക്കുമ്പോൾ അത് എത്രമാത്രം സ്വീകാര്യത ജനങ്ങളിൽ, അത് പ്രായമായവരിൽ, ഇപ്പോൾ നമുക്കൊരു സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന വചന ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രസംഗമാണ്. അതെ, അത് കഴിഞ്ഞ് വരുന്ന ഒരു സാഹിത്യ മേഖലയാണ് പ്രബന്ധങ്ങളും പ്രബോധനങ്ങളൊക്കെ രൂപപ്പെട്ട് ലിഖിതമായിട്ട് നമ്മൾ ലിറ്ററേച്ചറിൻ്റെ ഭാഗമായിട്ടൊക്കെ അവതരിപ്പിക്കുന്നത്. അതിനൊരു പരിധിയും പരിമിതിയും ഉണ്ട്. പക്ഷേ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന വചന ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രസംഗങ്ങളുടെ രൂപത്തിലാണ്. അപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായി ഇതിങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ, മാജിക് എന്ന് പറയുന്നത് കലയോട് കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ എത്രമാത്രം ജനങ്ങളത് സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അതൊരു കളി പോലെ എടുക്കാറുണ്ടോ എന്ന് ചോദിക്കാൻ കാര്യം, കുട്ടികളുടെ ഇടയിലേക്കാൾ അപ്പുറം സാധാരണ ജനങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രീച്ചിങ് എക്സ്പീരിയൻസ് എന്ന് പറയാമോ? നമ്മൾ കുട്ടികളുടെ ഇടയിൽ സ്വീകാര്യമാണ്. ഒപ്പം നമ്മൾ 3-4 ദിവസത്തെ ഇടവക ധ്യാനങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ മാനന്തവാടി രൂപതയിലെ ശിശുമല ഇടവക, ഇടുക്കി രൂപതയിലെ കുരിശുപാറ ഇടവക നോമ്പുകാല ധ്യാനമായിരുന്നു. ഓരോ ദിവസവും ആളുകൾ കൂടിക്കൊണ്ടേയിരുന്നു. ഇവർ ചെന്നിട്ട് പറഞ്ഞിട്ടാവാം. ഇപ്പോൾ ശിശുമല ഇടവകയിലെ ഓഡിറ്റോറിയം ഫുള്ളായിട്ട് നിറഞ്ഞു. പിറ്റേ ദിവസം 100 കസേര അഡീഷണൽ എടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. കൈയൊടിഞ്ഞ അമ്മമാർ വെച്ച് കിട്ടിയവർ എൻ്റെ അടുത്ത് വന്നിരുന്നു. കാല് ഫ്രാക്ചർ വന്നിട്ടുള്ള ഒരു ഓട്ടോറിക്ഷ വിളിച്ച് മാജിക്കിലൂടെയുള്ള ധ്യാനം കൂടാനായിട്ട് അവർ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചതാണ്. അപ്പോൾ അവർ കേട്ടു, അവർ കണ്ടു, അവർ മനസ്സിലാക്കുന്നു, ആസ്വാദ്യതയോടെയാണ്. കാരണം പറയുന്ന ഓരോ വചനം അവർ വിഷ്വലായിട്ട് കാണുന്നതുകൊണ്ട് ഒരു ബോറടി എന്ന് നമ്മൾ സാധാരണ പറയല്ലേ, അങ്ങനെ ബോറടിക്കുന്നില്ല. ആരും ഒരു ധ്യാനത്തിലൊക്കെ ഇരുന്ന് ഉറങ്ങാനൊക്കെ സാധ്യതകളുണ്ട്. അങ്ങനെ ഒരു സെക്ഷൻ വരില്ല. അപ്പോൾ സ്റ്റേജിൽ ലൈറ്റും മറ്റ് കാര്യങ്ങളോട് കൂടെ നമ്മൾ ഓർഗൻ വായിക്കുന്നുണ്ട്, ഓഡിയോ ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട്, ഇടയ്ക്ക് പ്രയർ കൊടുക്കും, നമ്മളെ സമയം പോലെ മെഡിറ്റേഷൻ പോലെ അങ്ങനെ കൊടുക്കും. എന്നാൽ ചിരിക്കാനുള്ള ചില കാര്യങ്ങളും അത്തരത്തിൽ നമ്മൾ കൊടുക്കും. കാരണം നമ്മൾ ഏകദേശം ഒരു എത്ര വർഷമായിട്ടുണ്ടാവും ഈ ഒരു മാജിക്കിലൂടെ ഒരു വചന ശുശ്രൂഷ ചെയ്തു തുടങ്ങിയിട്ട്? മാജിക്കിലൂടെ ഇത് ഗ്രാജുവലായിട്ട് നമ്മൾ കയറി കൊണ്ടുവന്നാണ്. എന്നാലും ഇപ്പോൾ ഒരു 10,000-3,500 സ്റ്റേജ്
നമ്മൾ ഈ മാജിക്കും മറ്റ് വിഷ്വൽ മീഡിയയോടുകൂടി ചേർന്ന് അതിൽ കൂടുതൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അതെ, അതിപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഈ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3500 സ്റ്റേജ് ഒരു 10-15 വർഷത്തോളമായി മാജിക്കിലൂടെ ഇങ്ങനെ ഓരോ ഐറ്റം കയറ്റി കൊണ്ടുവന്നു. അതിന് മുമ്പ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മറ്റ് വിഷ്വൽ എയ്ഡ്സാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ നമ്മൾ ഡോക്ടർമാർ IMA ഞാനൊരു പ്രോഗ്രാമിന് ഒരു 85ഓളം ഡോക്ടർമാർ അവരുടെ ഫാമിലി ഉണ്ടായിരുന്നു. അവർ വളരെ ഹാപ്പിയായിട്ട് അവർ എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. വളരെ സന്തോഷത്തോടെ അവരുടെ ഫീഡ്ബാക്ക്, കാരണം അവരുടെ അവസ്ഥ അറിയാമല്ലോ, വീട്ടിൽ വന്ന സാധനങ്ങൾ അവരുടെ വണ്ടിക്ക് കൊണ്ടുപോകുന്നു, തിരിച്ചിവിടെ കൊണ്ടുവിടുന്നു. പിന്നീട് അവർ പല പരിപാടിയും അവരുടെ നേതൃത്വത്തിൽ അവരുടെ ഫാമിലി ഗ്യാതറിങ് വന്നപ്പോൾ പോലും നമ്മളെ വിളിച്ച് അവർക്ക് അത്രയും താല്പര്യമായിരുന്നു. വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ കലാവാസനകൾ നമ്മൾ കണ്ടെത്തുന്നത്. അത് നമ്മളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ ചില സമയങ്ങളിൽ നമ്മൾ കാണിക്കുന്ന ചിലപ്പോൾ പാട്ട് പാടുന്നതോ അല്ലെങ്കിൽ ചില ശബ്ദം പുറപ്പെടുവിക്കുന്നതോ അങ്ങനെയൊക്കെ കൂട്ടുകാരുടെ പ്രോത്സാഹനങ്ങൾ, ക്ലാസ്മേറ്റ്സ്, അതുപോലെ അത് അറിഞ്ഞ് നമ്മുടെ അധ്യാപകർ, ബന്ധുമിത്രാദികൾ, അങ്ങനെയൊക്കെയാണ് നമ്മൾ കലയുടെ ബാല്യകാലങ്ങളിൽ വളർന്നു വരുന്നത്. അങ്ങനെ എന്തെങ്കിലും കല, ഈ മാജിക് എന്ന് പറയുന്ന കലാരൂപത്തിൽ എത്തുന്നതിന് മുമ്പ് ബാല്യകാലങ്ങളിൽ എന്തെങ്കിലും കലകളോട് ആഭിമുഖ്യം ഉണ്ടായിരുന്നു? ഞാൻ ബാല്യകാലം ഓർമ്മയിലേക്ക് വരുമ്പോൾ ഒരു 13 വയസ്സ് മുതൽ ഞാൻ ഓൾട്ടർ ബോയ് ആയിരുന്നു. അതുമുതൽ നമ്മൾ പള്ളിയോട് ചേർന്ന് ഭക്തസംഘടനകൾ ഉണ്ട്, അതിലൂടെ പ്രവർത്തിച്ചു. അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ സ്കൂളിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ മിമിക്രി, മോണോ ആക്ട്, അതുപോലെ പ്രസംഗ മത്സരത്തിന് കൂടുമായിരുന്നു. അങ്ങനെയുള്ള കലാപരമായ നാടകം, ഏകാംഗ നാടകങ്ങൾ അഭിനയിക്കാനായിട്ട് വലിയ നാടകങ്ങളിലും ആ കാലഘട്ടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് വന്നപ്പോൾ മിമിക്സ് പരേഡിൻ്റെ ഒരു ഗ്രൂപ്പുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ ഒരു അംഗമായിരുന്നു. 6-7 പേര് അടങ്ങുന്ന 2.5 മണിക്കൂർ മിമിക്സ് പരേഡ് കാണിക്കുന്ന ഗ്രൂപ്പിൽ. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും അത് ലോകത്തിൻ്റെ ചില വഴികളിലൂടെ പോയപ്പോഴാണ് നമ്മൾ തിരിച്ച് ഭക്തസംഘടനകളിലൂടെ ഉറച്ചു നിന്ന് ചെറുപുഷ്പ മിഷൻ ലീഗ്, അതിനുശേഷം അന്നത്തെ യൂത്ത് എന്ന് പറയുന്നത് KCYM, അന്ന് CYO എന്ന പേരിലൊക്കെ അറിയപ്പെട്ട് ആ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോന്നു. പിന്നീട് ജീസസ് യൂത്തായിട്ട് വന്നു. പിന്നീട് നമ്മൾ രൂപതയുടെ ഫാമിലി അപ്പസ്റ്റോലേറ്റ്, പ്രോ ലൈഫ്, മധ്യവിരുദ്ധ സമിതി, ഇങ്ങനെയുള്ളതിലൂടെ അങ്ങനെ ആണ് നമ്മൾ എൻ്റെ ജീവിതം കടന്നു പോകുന്നത്. സഭയോട് ചേർന്നാണ് എൻ്റെ ശുശ്രൂഷകൾ. ചെറുപ്പം മുതൽ എൻ്റെ ഓർമ്മയിൽ സഭ വിട്ടോ അല്ലെങ്കിൽ വിരുദ്ധമായിട്ടോ ഒരു വാക്കുപോലും നമ്മൾ ഉരിയാടുകയില്ല എന്നുള്ള ഉറച്ച ഒരു ബോധ്യത്തോടെയാണ് നമ്മൾ ഈ ശുശ്രൂഷ രംഗത്ത് ഇപ്പോൾ വന്നു നിൽക്കുന്നത്. നമ്മൾ പലതരത്തിലുള്ള കലകൾ ആസ്വദിക്കുന്നവരും അത് പ്രകടിപ്പിക്കുന്നവരും ഒക്കെയാണ്. പക്ഷേ ഈ മാജിക് എന്നൊരു കലയിലേക്ക് സാർ എങ്ങനെ കടന്നു വന്നു? മാജിക്കിൻ്റെ ആ പ്രതികരണം, സഹകരണം, ഇത് രണ്ടുമാണ് ഞാൻ വിലയിരുത്തിയത്. കാരണം നമ്മൾ ഒരു ഐറ്റം കാണിക്കുമ്പോൾ അവർ ആ സദസ്സ് എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയാമല്ലോ. നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുന്നവരും എങ്ങനെ പോകണം എന്നുള്ള അറിയാമല്ലോ. എന്ന് പറഞ്ഞ പോലെ മാജിക്ക് കാണിക്കുമ്പോൾ ജനത്തിൻ്റെ സ്വീകാര്യത, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്ത് അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. സാറിൻ്റെ സാധാരണ ഈ മാജിക് എന്ന് പറയുന്നതല്ലാതെ സാറിൻ്റെ പ്രൊഫഷൻ ഒന്ന് പറയുന്നില്ല. ഞാൻ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 30 വർഷം 7 മാസം 21 ദിവസം UD ക്ലാർക്കായിട്ട് ജോലി ചെയ്ത് വിരമിച്ചു. ആ കാലഘട്ടങ്ങളിൽ തന്നെ MG യൂണിവേഴ്സിറ്റിയുടെ റിസോഴ്സ് പേഴ്സണായിട്ട് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തിരുന്നു. പിന്നീട് നമ്മൾ സഭയുടെ KCBC പ്രോലൈഫ് സമിതിയുടെ രൂപത പ്രസിഡൻ്റാണ്. KCBC മധ്യവിരുദ്ധ സമിതിയുടെ രൂപത വൈസ് പ്രസിഡൻ്റാണ്. KCBC പ്രോലൈഫ് സമിതിയുടെ കൾച്ചറൽ ഫോറം സംസ്ഥാന കോർഡിനേറ്ററാണ്. അതോടൊപ്പമാണ് ഇപ്പോൾ സീറോ മലബാർ സഭയുടെ ലൈഫ് കമ്മീഷൻ പ്രോലൈഫ് അപ്പസ്റ്റോലേറ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് ഈ അടുത്ത നാളിലാണ് പിതാക്കന്മാർ നിയമനം നമുക്ക് നൽകിയത്. അങ്ങനെ വിവിധ മേഖലകളിലുള്ള ശുശ്രൂഷകളിലൂടെയാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഒരു സുവിശേഷ പ്രഘോഷണം ജനങ്ങൾ സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു, വളരെ കോമൺ അല്ല. എങ്കിലും സാഹചര്യങ്ങളാൽ അല്ലെങ്കിൽ സാറിൻ്റെ ആ ഒരു സുവിശേഷ പ്രഘോഷണ തീഷ്ണതയും കലയും സമന്വയിച്ച് കൊണ്ടുപോകുന്നത് ആൾക്കാർ സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ സ്വീകാര്യത കുടുംബമായിട്ട് ബന്ധപ്പെട്ട്
ഒരു പ്രോത്സാഹനം കൂടി ഇതിനൊരു ബൂസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? മറ്റുള്ള പുറത്തുള്ള സ്വീകാര്യത നമുക്ക് ലഭിക്കുന്നതോടൊപ്പം നമ്മുടെ കുടുംബത്തിൽ, എൻ്റെ കുടുംബത്തിൽ എനിക്ക് ഭാര്യ 3 മക്കളാണുള്ളത്. അവരുടെ പ്രോത്സാഹനമുണ്ട്, അവരുടെ സഹായമുണ്ട്. ചില മാജിക് ഐറ്റംസൊക്കെ സെറ്റ് ചെയ്തൊക്കെ തരുന്നത് ചിലപ്പോൾ വൈഫായിരിക്കും ചെയ്തു തരുന്നത്. ഉദാഹരണം, ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ഒരു മാജിക് കാണിക്കണമെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് അത് കാണിച്ചു കഴിയും, പക്ഷേ അരമണിക്കൂർ വേണം അത് സെറ്റ് ചെയ്യാൻ. അപ്പം മിക്കവാറും വൈഫാണ് അത് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഞാൻ പോകുമ്പോഴും ഒക്കെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് വേണ്ടി വീട്ടിലിരുന്ന് വൈഫൊക്കെ ആണെങ്കിലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന പിന്നിൽ കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് പ്രോഗ്രാം വിജയിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ കാക്കനാട് സെൻറ്റ് തോമസ് മൗണ്ടിൽ വെച്ച് വൈദികർക്ക് വേണ്ടി പ്രോഗ്രാം നടത്തിയായിരുന്നു. നമ്മുടെ ടോം ഓലിക്കരോട്ടച്ഛൻ പറഞ്ഞിട്ട്, PRO അദ്ദേഹം അച്ഛൻ പറഞ്ഞിട്ട്, അതിൽ അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യ തട്ടിൽ പിതാവ് പങ്കെടുത്തു, ടോണി പിതാവ് മുഴുവൻ സമയം പങ്കെടുത്തു. കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വളരെ അപ്രീസിയേഷൻ അച്ഛന്മാരും കുരിയായിലെ മുഴുവൻ സ്റ്റാഫും ഉണ്ടായിരുന്നു. ഭയങ്കരമായ അപ്രീസിയേഷൻ കിട്ടിയപ്പോൾ നമുക്ക് ഭയങ്കര ബൂസ്റ്റായിരുന്നു. കാരണം നമ്മൾ തളരാതെ ഇനിയും മുന്നോട്ട് പോകാനുള്ള ഒരു അനുഗ്രഹമായിരുന്നു അവിടെ കിട്ടിയത്. അങ്ങനെ ആ ഒരു പ്രോത്സാഹനം സഭയുടെ ഭാഗത്തുനിന്നുണ്ട്, വീട്ടിൽ നിന്നുണ്ട്. പിന്നെ എൻ്റെ നല്ല മനുഷ്യർ, എൻ്റെ നല്ല പ്രിയപ്പെട്ടവർ, രൂപത ഡയറക്ടേഴ്സ് എല്ലാവരും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പിൻബലം. പിന്നെ ദൈവത്തിൻ്റെ കൃപ വലുതാണ്. നമ്മൾ മാജിക് അക്കാഡമി പോയി മാജിക് പഠിച്ചിട്ടില്ല. ഓരോ ഞായറാഴ്ചയും പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പുതിയ മാജിക്ക് അല്ലെങ്കിൽ ഉള്ള മാജിക്കിന് ഏത് വചനം കൊടുക്കണമെന്ന് ഇങ്ങനെയെല്ലാം പരിശുദ്ധാത്മാവ് നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ തരും. അത് ഞാൻ വന്നാൽ ഉടനെ ഡയറിയിൽ കുറിക്കും. അതിനുശേഷം ഉണ്ടാക്കേണ്ടതാണെങ്കിൽ നമ്മൾ അത് രൂപപ്പെടുത്തും. ഇല്ലെങ്കിൽ അതനുസരിച്ച് ദൈവകൃപയാലാണ് നമ്മൾ ഈ ശുശ്രൂഷകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ മജീഷ്യൻസൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള സെറ്റിങ്സും അതുപോലെ തന്നെ വസ്ത്രധാരണങ്ങളും മ്യൂസിക്കൊക്കെ ഇതിനും ഉപയോഗിക്കാറുണ്ടോ അല്ലേ? നമ്മൾ വസ്ത്രധാരണത്തിൽ സാധാരണ മജീഷ്യന്മാരൊക്കെ ഒരു ബ്ലാക്ക് ടൈപ്പ് ഡ്രസ്സും തൊപ്പിയും ഒക്കെ ആയിരിക്കും. ഞാൻ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറേ കൂടി കുട്ടികളെയും പബ്ലിക്കിനെയൊക്കെ ആകർഷിക്കണമെങ്കിൽ ഡ്രസ് കോഡൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം. ഏത് കലാരൂപത്തിനുണ്ടല്ലോ. ഇപ്പോൾ ചവിട്ട് നാടകത്തിനാണ് അതിൻ്റെ ഡ്രസ് രീതികളുണ്ട് എന്ന് പറഞ്ഞതുപോലെ കുറേ കൂടി ആകർഷിക്കത്തക്ക രീതിയിൽ നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ആ ഡ്രസ്സ് പോലും ചിട്ടപ്പെടുത്തുക. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ തൊപ്പി വെച്ച് കഴിഞ്ഞാൽ ആ തൊപ്പിയിൽ ലൈറ്റുകൾ LED ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും തൊപ്പി മുഴുവനായിട്ട്. ഇടുന്ന ഡ്രസ്സിൽ ഉപയോഗിക്കുന്ന പാൻസ് ഇതിലെല്ലാം ഈ ലൈറ്റുകളുണ്ടാവും. ഞാൻ ഉപയോഗിക്കുന്ന ചില കുടകൾ തുടക്കത്തിലൊക്കെ വരുന്ന ആ കുടയിലൊക്കെ ലൈറ്റ് ഉണ്ടാവും. ഇതൊക്കെ കാണുമ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഒരു താല്പര്യം അവരുടെ മനസ്സിൽ ജനിക്കും. ആ തുടക്കം നന്നായാൽ പകുതി നന്നായി എന്ന് പറയുന്നതുകൊണ്ട് ആ തുടക്കത്തിൽ അങ്ങനെ നമ്മൾ കൊടുക്കുന്നു. അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെടണം എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. ഇഷ്ടപ്പെട്ടത് കിട്ടണമെങ്കിൽ കഷ്ടപ്പാട് സഹിക്കണം, എൻ്റെ മുദ്രാവാക്യം അതാണ്. അപ്പോൾ അത്രമാത്രം കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റേജിൽ അവതരിപ്പിക്കുന്നു. ഒരു പരിപാടി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ കയറണമെങ്കിൽ നമ്മളൊരു 3-4 മണിക്കൂർ വീട്ടിലത് റീസെറ്റ് ചെയ്യണം. ഒരേ സാധനം തന്നെയാണല്ലോ അടുത്ത പ്രോഗ്രാമിന് ഉപയോഗിക്കുന്നത്. അങ്ങനെ കഷ്ടപ്പാടിൻ്റെ ഒരു സുവിശേഷമാണ് പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇങ്ങനെയുള്ളൊരു കലാരൂപത്തിലൂടെ സുവിശേഷം പ്രഘോഷിക്കുന്നതോടുകൂടി കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും അതുപോലെ ഒരു ഹാപ്പിനെസ്സൊക്കെ അപാരമായിരിക്കും അല്ലേ? അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സുവിശേഷ പ്രഘോഷണ രീതിയിൽ നിന്ന് അവരവർക്ക് കിട്ടിയിട്ടുള്ള അഭിരുചിയിലൂടെ സുവിശേഷ പ്രഘോഷണം നടത്തേണ്ടതാണോ, അല്ലെങ്കിൽ അത് ഈ ഒരു കലയിലൂടെ സുവിശേഷം പ്രഘോഷിക്കുന്നതോടുകൂടി ഉള്ള അനുഭവത്തിൽ നിന്ന് കലാകാരന്മാരോട് എന്താണ് സാറിന് പറയാനുള്ളത്? ഇതിപ്പോൾ രണ്ടാം വത്തിക്കാൻ പ്രമാണരേഖകളിൽ സഭാപിതാക്കന്മാർ പറഞ്ഞു വെച്ചു, വശ്യതയുള്ള ദൃശ്യമാധ്യമങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ സഭ കുറ്റക്കാരി എന്ന് വിളിക്കപ്പെടുമെന്നാണ്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ വിളി അനുസരിച്ച് അഭിരുചി അനുസരിച്ച് നമ്മൾ കലാരൂപങ്ങളെ സ്വീകരിക്കുക. പണ്ട് നാടകങ്ങളും മറ്റ് മാർഗംകളി, പരിചമുട്ട്, അങ്ങനെ പല പല ക്രൈസ്തവ കാഴ്ചപ്പാടിലുള്ള പരിപാടികളുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടം മാധ്യമങ്ങളുടെ മായാലോകത്ത് മനസ്സുടക്കി കിടക്കുന്ന ഒരു സമൂഹമാണ്.
അവരെ ഏത് വിധേനയും മോശമായിട്ടല്ല, നല്ല രീതിയിൽ ആകർഷിച്ച് സവിശേഷ മൂല്യങ്ങളിലേക്ക്, സുവിശേഷ ആശയങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ഉള്ള ആ ശ്രമം നടത്തുമ്പോൾ നമുക്ക് കഷ്ടപ്പാട് ഒത്തിരി ഉണ്ട്. പക്ഷെ അതിലേറെ സംതൃപ്തിയാണ്. ഒരു മനുഷ്യ മനസ്സെങ്കിലും എല്ലാം മറന്ന് അരമണിക്കൂർ 3 മണിക്കൂർ പ്രോഗ്രാമാണ് മിനിമം. അപ്പോൾ അരമണിക്കൂർ 10 മിനിറ്റെങ്കിലും ഒരു മനുഷ്യൻ സ്വസ്ഥതയോടെ ശാന്തതയോടെ ഇരുന്നു എന്നോർക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഹൃദയത്തിൽ വല്ലാത്തൊരു സന്തോഷമാണ്. വേറെ യാതൊരു പ്രതിഫലവും ആഗ്രഹിച്ചുമല്ല നമ്മൾ പ്രോഗ്രാം നടത്തുന്നത്. ഈ ദൈവ തരുന്ന ആ സന്തോഷം അവർക്ക് ലഭിക്കുന്നു. ഈശോ പറഞ്ഞ പോലെ എൻ്റെ സന്തോഷം നിങ്ങളിൽ കൂടിയുള്ള ആ സന്തോഷം പങ്കുവയ്ക്കപ്പെടുന്ന ഒരു അനുഭവമാണ് എനിക്ക്. അതാണ് ഞാൻ സംതൃപ്തി കണ്ടെത്തുന്നത്. അപ്പം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തരുന്ന ഈ പ്രോഗ്രാം, ഈ കഷ്ടപ്പാടിലൂടെ ഈ പ്രോഗ്രാം നടത്തുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. കാരണം ദൈവത്തിൻ്റെ കൃപയാൽ കഷ്ടപ്പാടുണ്ട്. കർത്താവ് അതിന് മോഡൽ കാണിച്ചു തരികയാണ്. നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ പറ്റുള്ളൂ. അത് വിളി അനുസരിച്ച് ദൗത്യം ചെയ്യണം. ഇപ്പം നമ്മൾ സാധാരണ സുവിശേഷം പ്രഘോഷിക്കുന്നത് തീർച്ചയായിട്ടും അത് അവരുടെ വിളിയാണ്. നമുക്കെല്ലാവരും ഒരുപോലെ ചെയ്യാൻ പറ്റില്ലല്ലോ. ശരീരത്തിലെ വിവിധ അവയവങ്ങൾ പോലെ ദൈവം ആരെയൊക്കെ വിളിച്ച് നിയോഗിക്കുന്നുവോ അതനുസരിച്ച് ആ വിളി സ്വീകരിക്കുക. ഇപ്പോൾ ഇതുപോലെ ഈ സുവിശേഷ പ്രഘോഷണം മാജിക് എന്ന കലയിലൂടെ കൊണ്ടു നടക്കുമ്പോൾ ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്ത പലരും ഈ സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു തരത്തിൽ ഒരു അപഹാസ്യമായ അനുഭവങ്ങളോ അല്ലെങ്കിൽ ഇതിനൊരു ക്രിറ്റിസിസത്തോടു കൂടി ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടോ? നെഗറ്റീവ് എക്സ്പീരിയൻസ് നേരിട്ട് ഈ മാജിക്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. കാരണം എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്ത് എത്ര ഇതായിട്ട് കൊടുത്താലും നമുക്കറിയാമല്ലോ, വിവിധങ്ങളായ രീതിയിൽ ചിന്തിക്കുന്നവരും കാഴ്ചപ്പാടുകളുള്ളവരും ഒക്കെ കാണും. എത്ര പുണ്യം ചെയ്താലും വിമർശിക്കുന്നവരും ഉണ്ടാകും. പക്ഷേ ആ വിമർശനം എൻ്റെ കാതുകളിലേക്ക് കൂടുതൽ എത്തിയിട്ടില്ല. ഒരു അപ്രീസിയേഷൻ്റെ ഒരു വാക്കുകളാണ് ഏറ്റവും കൂടുതൽ പ്രതികരണം, അങ്ങനെയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മൾ മറ്റു മീഡിയ ഒക്കെ ഉപയോഗിച്ചിപ്പോൾ സാമൂഹ്യ തിന്മകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ട അനുഭവമുണ്ട്. അത് ഈ മാജിക്കിൻ്റെ മീഡിയയിലേക്ക് വരുന്നതിന് മുമ്പ് അങ്ങനത്തെ തിക്താനുഭവങ്ങൾ ഒരു സുവിശേഷ പ്രഘോഷകനെ സംബന്ധിച്ച് ഇത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം. ആർക്കും പ്രതീക്ഷിക്കാവുന്നതാണ്, എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് ഈ ലോകത്തിൽ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. പക്ഷെ നമ്മൾ ഒരാളെങ്കിലും മർക്കോസ് 8:36 ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ആത്മാവ് കിട്ടിയാൽ എത്ര കോടി കൊടുത്താലും ഒരാത്മാവിനെ ദൈവത്തിനായി നേടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഒരാളെങ്കിലും സന്തുഷ്ടരായാൽ, സന്തോഷത്തിലേക്ക് വന്നാൽ അത് വലിയ നേട്ടമായിട്ട് കാണുകയാണ്. സാർ ഇപ്പോൾ ഈ വചന ശുശ്രൂഷ മാജിക്കിലൂടെ നടത്തുമ്പോൾ 3000 ചില്ലാനം സ്റ്റേജുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേരളത്തിൽ തന്നെയാണോ അതോ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ തന്നെ വിവിധ ഗ്രൂപ്പുകളിൽ നമ്മൾ കൊടുക്കുകയും കേരളത്തിലെ മിക്ക രൂപതകളിലും ഈ പരിപാടികൾ പലപ്പോഴായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന് വെളിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര അങ്ങനെയുള്ള മറ്റ് സ്റ്റേറ്റിൽ നമ്മൾ പ്രോഗ്രാം, പിന്നീട് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ ഷാർജ, ഖത്തർ, കുവൈറ്റ്, ബഹ്റിൻ ഇവിടെയൊക്കെ പല പ്രാവശ്യം അത് 10-25 ദിവസമൊക്കെ നീളുന്ന സമ്മർ ക്യാമ്പിലൊക്കെ പ്രോഗ്രാം കൊടുക്കാനായിട്ട് അങ്ങനെ ക്ഷണിക്കപ്പെടുകയും പോവുകയും ഈ ഒരു വെറൈറ്റി പ്രോഗ്രാം ആയതുകൊണ്ട് അവിടുന്നൊക്കെ അവർ അവാർഡൊക്കെ തന്ന് ആദരിച്ച എന്ന് പറഞ്ഞ പോലുള്ള അനുഭവങ്ങളാണുള്ളത്. അങ്ങനെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് സിറോ മലബാർ സഭയുടെ ഗ്ലോബൽ സെക്രട്ടറി എന്ന നിലയിൽ മറ്റ് സാധ്യതകൾ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെയൊക്കെ ചെന്നാൽ ജീവനെക്കുറിച്ച്, ജീവൻ്റെ മഹത്വത്തെക്കുറിച്ച് ഒരു മാജിക് ഷോയിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും മനസ്സിലുണ്ട്. താവൂഷൻ ചാനലിനോടൊപ്പം നമുക്ക് വേണ്ടി സുവിശേഷവും കലയും പ്രത്യേകിച്ച് മാജിക്കിനെ കുറിച്ചൊക്കെ അല്പം സുവിശേഷ പ്രഘോഷണത്തിന്റെ രീതിയൊക്കെ നമ്മളോട് പങ്കുവെച്ച ജോയ്സ് ചേട്ടന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ദൈവാനുഗ്രഹം ഇനിയും ജീവിതത്തിലെ കലാരൂപത്തിലും കൗതുകങ്ങളിലൂടെയൊക്കെ ഉണ്ടാകട്ടെ. അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ സാറിന്റെ ഈ കലാരൂപം മാജിക് സഹായമാകട്ടെ. ദൈവം എപ്പോഴും കൂട്ടായിരിക്കട്ടെ.